അവസരം സംഘടിത ശക്തി നിലനിർത്തണം. ഓരോ സന്ദർഭത്തിൽ ഓരോന്ന് പറഞ്ഞ് സംഘടിത ശക്തികൾ ഇല്ലാതാക്കുന്നവരാരായാലും ശരി, വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് ആരായാലും ശരി, അനാവശ്യ വിവാദങ്ങളുടെ പേരിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന ആരായാലും ശരി, അവരോടൊക്കെ ഒരേ സമീപനമായിരിക്കും. ഈ പണ്ഡിതന്മാരും നേതാക്കന്മാരും തീരുമാനിക്കുന്ന എന്തോ അതായിരിക്കും അന്തിമമായി ഉള്ള നിലപാട് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന സംഘടന മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ വേദിയിൽ രാഷ്ട്രീയം പറയില്ല. മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഉൾക്കൊള്ളുന്ന മത കാര്യങ്ങളിലും അതുപോലെ തന്നെ ഉപദേശം വേണ്ട വിഷയങ്ങളിലുമൊക്കെ എന്ത് പ്രശ്നങ്ങൾ രാജ്യത്തുണ്ടെങ്കിലും ശരി, അവസാനം ഈ രാജ്യത്തെ ഏറ്റവും വലിയ പ്രബല രാഷ്ട്രീയ സംഘടന എന്നത് ഞങ്ങൾ വിശ്വസിക്കുമ്പോൾ തന്നെ ഏറ്റവും അങ്ങനെയുള്ള ഒരു അഭിപ്രായം വേണ്ടി വന്നാൽ തീർച്ചയായും ഞങ്ങളെ നേതാക്കന്മാർ പഠിപ്പിച്ചിരിക്കുന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിലേക്ക് തിരിയാനാണ്, പണ്ഡിതന്മാരിലേക്ക് തിരിയാൻ. അതുകൊണ്ട് ഈ സംഘടിത ശക്തിയുടെ പ്രവർത്തനം ഇനിയും വളരട്ടെ, ഇനിയും വലുതാവട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു.